പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ ചെയ്യേണ്ട 5 ടെസ്റ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിരുന്നു. സാധാരണ നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഷുഗർ നോക്കുമ്പോൾ ചിലപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 എന്നുള്ള നോർമൽ ലെവലിന്റെ മേലെ ഒരു 118 ആയിരിക്കും റിസൾട്ട് വന്നിട്ടുണ്ടാവുക. PPBS 140 എന്ന നോർമൽ ലെവലിന്റെ മേലെ ഒരു 150. ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് തുടങ്ങണോ, അതോ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയാൽ മതിയോ? കുറച്ചു ദിവസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്താൽ ഇത് നോർമൽ ആവുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് രോഗികൾക്ക്. ഈ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പ്രബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജൻ ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ചെയ്യാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ടെസ്റ്റുകളിൽ ഒന്ന് ഷുഗറിന്റെ ടെസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ അഥവാ കൊളസ്ട്രോൾ നോക്കാനുള്ള ടെസ്റ്റ്, പിന്നെ തൈറോയിഡിന്റെ പ്രവർത്തനം നോർമൽ ആണോ എന്ന് അറിയാനായിട്ടുള്ള തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ, കരളിന്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും, പിന്നെ സിറം വൈറ്റമിൻ D ലെവൽസും. ഇതിൽ രോഗികൾ സാധാരണ പറയുന്ന പ്രശ്നം, രോഗമുണ്ടെങ്കിൽ ചികിത്സ എടുക്കാം, എന്നാൽ ഇങ്ങനെ ബോർഡർ ലൈൻ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടറിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം, ഒരു രോഗിയായ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് ഇത് നോർമലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അപ്പോൾ ഡോക്ടറും രോഗിയും ഈ ഒരു അവസരത്തിൽ വളരെ വിജിലൻ്റ് ആയിട്ട് നിൽക്കാം. അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു അവസരമായും ഈ ബോർഡർ ലൈൻ വാല്യൂസിനെ നമ്മൾ കണക്കാക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. ഷുഗറിന്റെ കാര്യം എടുക്കട്ടെ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ്. ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഞാനും പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ചെയ്തു നോക്കിയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ നോർമൽ വാല്യൂസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന് 70 മുതൽ 110 വരെയാണ് ലാബ് വാല്യൂസ്. അപ്പോൾ ഇത് 118 കണ്ടു കഴിഞ്ഞാൽ ഷുഗറിന്റെ മരുന്ന് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം? തീർച്ചയായിട്ടും വേണ്ട. ഈ ലാബ് റിസൾട്ട് മാത്രമല്ല ഒരു രോഗിക്ക് മരുന്ന് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. രോഗിയുടെ മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ഷുഗർ ഉള്ളവരുണ്ടോ, വണ്ണം വളരെ കൂടുതലായിട്ടുള്ളവരാണോ, എപ്പോഴും ഇരുന്ന് ജോലി എടുക്കുന്നവരാണോ, എങ്ങനെയുണ്ട് എക്സസൈസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഡോക്ടർമാർ മരുന്ന് വേണോ വേണ്ടയോ, അതല്ലെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയാൽ മതിയോ എന്ന് തീരുമാനിക്കുന്നത്. ഇതേപോലെ തന്നെ PPBSഉം പിന്നെ കഴിഞ്ഞ 3 മാസത്തെ ഷുഗർ നോക്കാനുള്ള HbA1c വാല്യൂസും. പലപ്പോഴും 5.5 എന്ന വാല്യൂവിന് പകരം ഒരു 6 കണ്ടാൽ രോഗികൾ ആവലാതിപ്പെടാറുണ്ട്, എൻ്റെ ഷുഗർ കൺട്രോൾ അല്ലല്ലോ എന്നോർത്ത്. അപ്പോൾ ഈ അവസരത്തിൽ ഡയബറ്റിസ് എന്ന മുദ്ര കുത്തുന്നതിന് പകരം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ ഒരു അവസരം കൊടുക്കാം. എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം, ഭക്ഷണം ഒന്ന് കുറച്ചു തുടങ്ങാം, ചായയും കാപ്പിയും ഒക്കെ മധുരം ഇല്ലാതെ കുടിക്കാൻ ശീലിക്കാം. അതുപോലെ തന്നെ ജ്യൂസുകളൊക്കെ പഞ്ചസാര ഇട്ട് കുടിക്കുന്നതിന് പകരം ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ തുടങ്ങാം. എക്സസൈസുകളൊക്കെ ചെയ്ത് രാത്രി നല്ലവണ്ണം ഉറക്കം ശരിയാക്കാം. അപ്പോൾ ഇത്തരം ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയമായിട്ടാണ് ഈ ബോർഡർ ലൈൻ വാല്യൂസിനെ നമ്മൾ കണക്കാക്കേണ്ടത്. പലപ്പോഴും രോഗികൾ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമാണ്, ആം ഐ സിക്ക്, എനിക്ക് അസുഖമുണ്ടോ, ഇതിന് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറും ഒരു ഗ്രേ ഏരിയയിൽ തന്നെയാണ്. ഇതിന് കൃത്യമായിട്ട് എങ്ങനെ ഉത്തരം നൽകും? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കി വേണം നമ്മൾ ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അടുത്തതായിട്ടുള്ളത് കൊളസ്ട്രോൾ ലെവൽസ്. നമ്മുടെ ഹൃദയാരോഗ്യവുമായി വളരെ ബന്ധമുള്ളത് കൊണ്ട് കൊളസ്ട്രോൾ ലെവൽസ് കൂടി കണ്ടാൽ മരുന്ന് തുടങ്ങണമെന്നുള്ളത് പലരും പറയാറുണ്ട്. എന്നാൽ 200 എന്ന നോർമൽ ലെവലിന് പകരം ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 220 ആണ്. കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് ഉണ്ട്, അവരതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം. മറ്റ് സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്ത് രോഗി ഹൈ റിസ്കിലാണെങ്കിൽ ചിലപ്പോൾ ചില ബോർഡർ ലൈൻ വാല്യൂസിനും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. എന്നാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ലോ റിസ്ക് കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ ഈ കൊളസ്ട്രോൾ ലെവലിന് മരുന്ന് വേണ്ടതാണ്. പിന്നെയുള്ളത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കുന്നത് മദ്യപാനശീലമുള്ളവർക്ക് മാത്രമല്ല, മദ്യം കഴിക്കാത്തവരിലും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന്റെ സാധ്യത കൂടി വരുന്നുണ്ട്. കരളിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. ഈ സമയത്ത് നമുക്ക് വയറിന്റെ സ്കാനിങ് ഒന്ന് എടുത്തു നോക്കാം. ഫാറ്റി ലിവറിന്റെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അത് തിരിച്ചു മാറ്റാൻ കഴിയുന്ന പോയിന്റിലാണോ ഇപ്പോഴുള്ളത്, അതോ വീണ്ടും ഇത് അസുഖത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഈ ബോർഡർ ലൈൻ ഏരിയാസിനെ നമ്മൾ കണക്കാക്കേണ്ടത്.
പിന്നെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. തൈറോയിഡ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്ന് കൂട്ടാനോ കുറയ്ക്കാനോ നിർത്താനോ ഒക്കെയുള്ള അടയാളമായിട്ട് നമുക്ക് ഈ ടെസ്റ്റിനെ മനസ്സിലാക്കിയെടുക്കാം. എന്നാൽ പലപ്പോഴും TSH ലെവൽസ് മാത്രം അയച്ച് രോഗികൾ മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ TSH 3.5 ആണ്, ഇത് നോർമലാണോ ഡോക്ടറെ, മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരുപാട് കമൻസ് ചില വീഡിയോസിൻ്റെ താഴെ വരാറുണ്ട്. ഒരു രോഗി റിസൾട്ട് അയക്കുമ്പോൾ നമ്മളൊരു രോഗിയുടെ ലാബ് ടെസ്റ്റ് മാത്രമല്ല ചികിത്സിക്കുന്നത്. രോഗിയുടെ മുഴുവനായിട്ടുള്ള ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ് ഒരു തൈറോയിഡ് ടെസ്റ്റിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും ക്ഷീണമുണ്ട്, മുടി കൊഴിച്ചിലുണ്ട്, കിടക്കണമെന്നുള്ള തോന്നൽ, ഇതോടൊപ്പം TSH നോക്കുമ്പോൾ 5.5 അതല്ലെങ്കിൽ ഒരു 6 നിൽക്കുന്നു, ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ചെറുതായിട്ട് മരുന്നുകൾ തുടങ്ങാം. എന്നാൽ മറ്റ് കാര്യങ്ങളൊക്കെ നോർമലാണ്, ഒരു തവണ മാത്രം ഇങ്ങനെ ഒരു ഹൈ വാല്യൂ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഒരു അവസരം നമുക്ക് ഈ രോഗിക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് ലാബ് ടെസ്റ്റുകളെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും ബോർഡർ ലൈൻ റിസൾട്ടുകളെ. പിന്നെയുള്ളത് സിറം വൈറ്റമിൻ ഡി. ഈ സിറം വൈറ്റമിൻ ഡി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു മേഖലയുമാണ്. ഒരു 30ന്റെ മേൽ വൈറ്റമിൻ ഡിയുടെ ലെവൽസ് ഉണ്ടെങ്കിൽ അത് നോർമലാണെന്ന് നമുക്ക് പറയാം, സഫീഷ്യൻ്റ് ആണ്. എന്നാൽ 100ന്റെ മേലെ ആയാൽ ഇത് വളരെ കൂടിപ്പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാക്കും. അതുകൊണ്ട് വൈറ്റമിൻ ഡി ലെവൽസും ചെക്ക് ചെയ്യുമ്പോൾ വളരെ കുറവാണെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം ചിലപ്പോഴൊക്കെ. എൻ്റെ പല വീഡിയോസിൻ്റെയും താഴെ ചില ആളുകൾ എഴുതുന്ന കമൻ്റാണ്, വൈറ്റമിൻ ഡി കുറഞ്ഞാൽ വെയിൽ കൊണ്ടാൽ മാത്രം മതി, മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ വൈറ്റമിൻ ഡി വളരെ കുറവാണ്. ഇപ്പോൾ ചില രോഗികൾക്കൊക്കെ നോക്കുമ്പോൾ 6ഉം 8ഉം ഒക്കെ വൈറ്റമിൻ ഡി ലെവൽസ് വരാറുള്ളൂ. ഇതിൻ്റെ നോർമൽ വാല്യൂസ് ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8ഉം 9ഉം ഒക്കെ വൈറ്റമിൻ ഡി ഉള്ള ആളുകൾക്ക് മരുന്ന് കഴിക്കുന്നത് തന്നെയാണ് ഉത്തമം. വെയിൽ കൊണ്ട് വൈറ്റമിൻ ഡി കൂടാനും ഭക്ഷണം കഴിച്ച് വൈറ്റമിൻ ഡി കൂടാനും കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് നമുക്ക് മരുന്ന് കഴിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇങ്ങനെ ബോർഡർ ലൈൻ വാല്യൂസ് വരുമ്പോൾ ഒരു രോഗി മനസ്സിലാക്കേണ്ടത് നമുക്കിത് മാറ്റം വരുത്താനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഇനി ഒരു 3 മാസം കഴിഞ്ഞ് നമ്മൾ ഈ ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ മരുന്ന് തുടങ്ങേണ്ടി വരുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു അറിയാനായിട്ടുള്ള അവസരമായിട്ട് വേണം രോഗി ഇതിനെ കാണാൻ. എന്നാൽ ഡോക്ടർമാർ ഈ നമ്പറുകൾ രോഗിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ചുറ്റുമുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ നമ്പറുകളെ അർത്ഥമുള്ള ഒരു കഥയാക്കി മാറ്റിയാൽ രോഗികൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അപ്പോൾ ഇത്തരം ബോർഡർ ലൈൻ വാല്യൂസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് മാറ്റത്തിനുള്ള ഒരു അവസരമാണ്. ഇത് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിനെ എടുക്കാം. പൂർണ്ണമായുള്ള രോഗാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് മാറാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ബോർഡർ ലൈൻ വാല്യൂസ് എന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.